ഏതായാലും ഈ വിവരം കുട്ടി അമ്മയോട് പറഞ്ഞ വിവരം കുട്ടി തന്നെയാണ് ഇയാളോട് പറഞ്ഞത്. അമ്മയോട് ഞാൻ പറഞ്ഞു എന്നുള്ള വിവരം പറയുന്നത്. അതിനുശേഷമാണ് അമ്മ ഇയാളെ നേരിൽ കാണുകയും ഇയാളെ അടിക്കുകയും ചെയ്യുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ വിവരം മറ്റാരോടെങ്കിലും, ഭർത്താവിനോടോ മറ്റു ബന്ധുക്കളോടോ ആരോടെങ്കിലും പറഞ്ഞിരുന്നു എന്നുള്ളതിന് സംശയമുണ്ട്. ആ ഒരു ഭർത്താവിന്റെ അനിയനും ഇവരും തമ്മിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഇവർ ചൂണ്ടിക്കാണിക്കും. ഒന്നെങ്കിൽ ഇവരെ പോലീസ് പിടിക്കുമ്പോഴെങ്കിലും ഇവർ ചൂണ്ടിക്കാണിക്കില്ലേ? ഇന്ന് രാവിലെ മുതൽ ഏതൊരു ന്യൂസ് ചാനൽ നമ്മൾ വെച്ചാലും അതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട വാർത്ത ആലുവയിൽ ആ ഒരു സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പിഞ്ചോമനയെ പുഴയിലെറിഞ്ഞ് ഇല്ലാതാക്കിയ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ സ്ത്രീ ഒറ്റയ്ക്കാണോ ഈ ഒരു പൈതലിനെ ഇല്ലാതെ ആക്കിയത്, അതോ ഇതിൽ വേറൊരാളുടെ കൈ കൂടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇതാ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ സ്വന്തം അനിയൻ ആ ഒരു പൈതലിനെ ഏകദേശം 10 തവണയോളം, ആലോചിച്ചു നോക്കി, 10 തവണയോളം ആ ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കുഞ്ഞ് അന്ന് ഇല്ലാതെയാകുന്ന അതേ ദിവസം തന്നെ ആ നാറി ആ ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരുടെ മെന്റാലിറ്റി, അതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ആ ഒരു സ്ത്രീ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ നാറി, ആ സുന്ദരൻ ഈ ഒരു കുട്ടിയോട് ഇങ്ങനെയുള്ള മോശം പരിപാടി ചെയ്തു എന്ന് ആ സ്ത്രീ അറിഞ്ഞിട്ട് പോലും അവർ ഒരാളോട് പോലും പറഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇതുവരെയായിട്ട് നമ്മൾ അറിയുന്നത് അവർ പറഞ്ഞിട്ടില്ല എന്നാണ്. പോട്ടെ, ഇപ്പോ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തപ്പോഴെങ്കിലും പോലീസുകാരോട് അവർക്ക് പറയാമായിരുന്നല്ലോ, ഇതുപോലെ എൻ്റെ പൈതലിനോട് ഇങ്ങനെ ഒരുത്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? എൻ്റെ സംശയം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? കാരണം ആ വ്യക്തിയും, അതായത് ഭർത്താവിൻ്റെ അനിയനും സഹോദരനും ഈ ഒരു സ്ത്രീയുമായി വേറെ എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് അമ്മമാർ കാണും. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ കാര്യം വിടും, അത് ഞാൻ ഒരു രീതിയിലും അങ്ങനെ ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് പറയാതിരിക്കുമോ? നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പുറത്ത് പറയാതിരിക്കാൻ പറ്റുമോ? ഇത് സ്വന്തം അമ്മ തന്നെ അറിഞ്ഞു, ആ പൈതല് അവരമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ നാറിയെ, വേറെ വാക്കുകളാണ് വരുന്നത്, ക്ഷമിക്കുക, അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു. പലതും ന്യൂസ് ചാനലുകാർക്ക് നമ്മളെ കേൾപ്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ പ്രതി കുറ്റസമ്മതം നടത്തിയത് 8 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം 24 ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയാണ്. അതായത് പോലീസിന്റെ 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിനോട് പ്രതി അവസാനം നിക്കക്കളി ഇല്ലാതെ പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവർ അടുത്ത ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചത്. അതും സ്വന്തം വീട്ടിൽ വെച്ചാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നതും കുടുംബ വീടുള്ളതും. കുടുംബ വീട്ടിലേക്ക് കുട്ടിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നാണ് ഉപദ്രവിച്ചിരുന്നത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ആരും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു താൻ കരുതിയത്. പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ തനിക്കും പോലീസിന് മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം. സ്നേഹം നടിച്ചാണ് ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നത്. കുഞ്ഞിന്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രതിയുടെ ഈ മൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ലധികം തവണ കുഞ്ഞിനെ ഈ പ്രതി ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായ തെളിവുകൾ, കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുൾപ്പെടെ ഉണ്ടായ മുറിവുൾപ്പെടെ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് പോലീസിന് കൃത്യമായി പ്രതിയിലേക്ക് എത്താൻ സാധിച്ചതും പ്രതിയെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നതും രാത്രി ചോദ്യം ചെയ്യുന്നതും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇപ്പോൾ എല്ലാവരും വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് അതൊന്ന് പറയണമെന്ന് തോന്നി. അത് വേറൊന്നുമല്ല, ഈ സ്ത്രീ, ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് മേടിച്ച പണം, സ്വർണം, അതൊക്കെ എവിടെ പോയി എന്ന് ഇതുവരെയായിട്ടും ആർക്കും അറിയില്ല. പോലീസുകാർ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതും കൂടെ ഒന്ന് തിരക്കണം. അത് തിരക്കാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇവന്റെ കയ്യിലുണ്ടോ എന്ന് തെളിയും. അത് തെളിയണം. ഇവന്റെ കയ്യിൽ അതുണ്ടെങ്കിൽ എന്തിന് ഈ സ്ത്രീ അവന് കൊടുത്തു എന്നുള്ള കാര്യം കൂടെ ഒന്ന് പിടിക്കണം. എൻ്റെ മനസ്സിൽ എനിക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നിയത്, ഒരിക്കലും ഒരമ്മയും സ്വന്തം പൈതലിനെ
സ്വന്തം ബന്ധു തന്നെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പുറത്തു പറയാതിരിക്കുമോ? ഇവർക്ക് പിന്നെ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആ കുഞ്ഞിനോട് അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു പൈതലിനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഭർത്തൃ വീട്ടുകാർ ആ പൈതലിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ട് അസൂയ മൂത്ത്, കൂടാതെ ഇവർ ഈ പണവും പരിപാടികളും ഒക്കെ വീട്ടിൽ നിന്ന് മേടിച്ചത് അത് സ്വന്തം കുടുംബത്തിലേക്ക് വന്നിട്ടില്ല എന്ന് ഇവരുടെ ഭർത്താവ് പറഞ്ഞതിന് ശേഷമൊക്കെ ആ ഒരു വീട്ടുകാരോടൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരെ സങ്കടത്തിലാഴ്ത്താൻ വേണ്ടി ഇവർ ചിലപ്പം മനഃപൂർവ്വം പുറത്തു പറയാതിരുന്നതായിരിക്കും. ഇതെന്തെങ്കിലും പുറത്തറിയുമ്പോഴത്തേക്ക് വീട്ടുകാർ ഭയങ്കരമായിട്ട് വേദനിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറയുന്നില്ല, അവരുടെ മെന്റാലിറ്റി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് അതാ. അതുകൊണ്ടായിരിക്കും ഇവർ ചിലപ്പോൾ പുറത്ത് പറയാതിരുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഇവരുടെ ഒരു അവീതം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തള്ളുന്നില്ല. ചിലപ്പോൾ ഇവരുടെ മെന്റാലിറ്റി അത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ആണെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ വെച്ചോണ്ടിരിക്കും. അറിയണ്ട, പിന്നെ അറിഞ്ഞാൽ മതി എന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഒരു ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഭർത്താവിൻ്റെ അനിയനും ഇവരും തമ്മിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഇവർ ചൂണ്ടിക്കാണിക്കും. ഒന്നെങ്കിൽ ഇവരെ പോലീസ് പിടിക്കുമ്പോഴെങ്കിലും ഇവർ ചൂണ്ടിക്കാണിക്കില്ലേ? ഇവരതുപോലും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സംശയമായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ട് ഇവർ അപ്പം പോലും മിണ്ടിയില്ല വാ തുറന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം? എന്തായാലും അവരകത്ത് പോകും, അത് അവർക്കറിയാം. ഇനിയിപ്പം ആ ഒരു കുടുംബത്തിനെ, ഈ ഒരു ഭർത്തൃ വീട്ടുകാരുടെ കുടുംബത്തിനെ തീരാ സങ്കടത്തിൽ ആഴ്ത്തണമെങ്കിൽ ഇവർക്ക് ആ സമയത്ത് പറയാം, ദാ നിങ്ങളുടെ കുടുംബത്തിലെ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാലോ. അങ്ങനെയും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ആ ഒരു നിമിഷം, കാരണം അതിനുശേഷം അവരകത്ത് പോവുക. അപ്പൊ പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഭർത്തൃ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ പോകുന്ന നിമിഷം വേണമെങ്കിൽ അതും കൂടെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ എന്തുകൊണ്ട് അവരിത് കാണിച്ചില്ല? ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഇടപാടുണ്ടോ? അത് അന്വേഷിച്ചേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിപ്പോൾ എന്തായാലും ഇവനും ഇവളും ഒക്കെ അകത്തോട്ട് പോകും. പ്രിയപ്പെട്ട തടവുകാർ, അകത്ത് കിടക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇച്ചിരി മനസാക്ഷി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അകത്തിട്ട് പുട്ടും കട്ടനും കൊടുത്ത് ഇതിനെയൊക്കെ തഴിച്ച് വീർപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൈ കിട്ടിയ 2 പൊട്ടിച്ചു. അങ്ങനെ തന്നെ ഞാൻ പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുന്ന പരിപാടിയാണോ ഈ സ്ത്രീ ചെയ്തത്? ഇവർക്ക് ആ പൈതലിനെ വേണ്ടെങ്കിൽ വേണ്ട, ഇവർക്ക് വേറെ ആരെങ്കിലും കൂടെ പോണോ? നിങ്ങൾ പൊക്കോ. എന്തിനാ പൈതലിനെ ഇല്ലാതെയാക്കി? ആ പൈതലിനെ സ്വന്തം കുടുംബത്തിലെ ഒരു നാര് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് അത് പുറത്തു പറഞ്ഞില്ല? എനിക്ക് അതൊക്കെയാണ് ചോദിക്കാനുള്ളത്. പിന്നെ ആ നാറിയെ പറ്റി കേട്ടല്ലോ നിങ്ങൾ. അവൻ ആരും അറിയില്ല എന്ന് വിചാരിച്ചാണ് സുന്ദര കില്ലാടിയായിട്ടിരുന്നത്. ഇപ്പൊ എന്തായാലും അറിഞ്ഞു. നീ ചെല്ല്, നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് എന്തായാലും അകത്തുനിന്ന് കിട്ടും. നല്ല ഏതെങ്കിലും ഒക്കെ പോലീസുകാരുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും കിട്ടും. ഓക്കെ, ബാക്കിയും കൂടെ ഞാൻ കുറച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രതി എത്രത്തോളം ലൈംഗിക വൈകൃതം ആ കുഞ്ഞിനോട് കാണിച്ചു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായിട്ടാണ് പോലീസ് കാണിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയാണ്, പ്രതിയുടെ ഭാഗത്ത് നിന്ന് പോലീസ് നൽകിയ മൊഴിയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അത് ഇപ്രകാരമാണ്: കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്ന വിവരം ഒരു സമയത്ത് ഈ കുട്ടി തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ ഈ വിവരം വളരെ ദേഷ്യത്തോടെ ഇയാളോട് ചോദിക്കുകയും ഇയാളെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അമ്മ ഈ വിവരം മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് ആ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകൂ. ഇതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ഒരു സ്ത്രീ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്, അവർ ഇവനെ തല്ലി എന്ന് അവൻ പറഞ്ഞു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഒരു അമ്മ, ഞാനതാ വീണ്ടും ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെയുള്ളൊരു കാര്യം സ്വന്തം പൈതലിന് സംഭവിച്ചു എന്നറിയുമ്പോൾ നേരെ ചെന്ന് അവനോട് ഒരു പൊട്ടീരും പൊട്ടിച്ചിട്ട് വീട്ടിൽ കയറി മിണ്ടാതങ്ങി ഇരിക്കുമോ? അല്ല, മിണ്ടാതങ്ങി ഇരിക്കുമോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഏതെങ്കിലും ഒരു അമ്മമാർക്ക് അത് പറ്റുമോ? എന്തിനാ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞിനായി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നേരെ പോയി ഒരുത്തിട്ട് അടിയും കൊടുത്തിട്ട് വീട്ടിൽ കയറി എത്ര ദിവസം മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും? നമുക്ക് ഒരു ദിവസമെങ്കിലും പറ്റുമോ ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ? നമ്മളെ കൊണ്ട് പറ്റുമോ? എനിക്ക് പറ്റില്ല. നിങ്ങളിൽ ഇനി എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോ അടിയിൽ വന്ന് ആ ഒരു സ്ത്രീയെ, ആ ഒരു സുന്ദരിയായ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരെ ഞാൻ കണ്ടേ. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്യുക, അവളെ എടുത്ത് തലയിലങ്ങ് വെക്കുക. അവൾ കാണിച്ച കണക്ക് തന്നെ നിങ്ങളും ചെയ്യുക. മാതൃകയാക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണ് അവളെ നിങ്ങൾ മാതൃകയാക്കിക്കോ. എനിക്ക് പറയാനുള്ള ഞാൻ പറയും. ഓക്കെ, ബാക്കി കൂടെ ഒന്ന് കേട്ടെ. ഒരുപാട് വിവരങ്ങൾ ഈ പ്രതി മൊഴിയായി നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പുറത്തു പറയാൻ പോലും മനസ്സനുവദിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴിയിലുള്ളത്. ഏതായാലും ഈ വിവരം കുട്ടി അമ്മയോട് പറഞ്ഞ വിവരം കുട്ടി തന്നെയാണ് ഇയാളോട് പറഞ്ഞത്. അമ്മയോട് ഞാൻ പറഞ്ഞു എന്നുള്ള വിവരം പറയുന്നത്. അതിനുശേഷമാണ്
അമ്മ ഇയാളെ നേരിൽ കാണുകയും ഇയാളെ അടിക്കുകയും ചെയ്യുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ഈ വിവരം മറ്റാരോടെങ്കിലും, ഭർത്താവിനോടോ മറ്റു ബന്ധുക്കളോടോ ആരോടെങ്കിലും പറഞ്ഞിരുന്നു എന്നുള്ളതിന് സംശയമുണ്ട്. ആ വീട്ടിൽ ഇവരുടെ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ ജോലിക്ക് പോകുമ്പോൾ ഇല്ലാതിരുന്ന സമയത്ത് കൂട്ടുകിടക്കാൻ പോയ സമയത്താണ് ആ കുട്ടിയെ ആദ്യം ഉപദ്രവിച്ചത് എന്നും ഈ പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിയുടെ മൊഴി പോലീസിനെ പോലും ഞെട്ടിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഇയാൾ പറഞ്ഞത് നമുക്ക് സംരക്ഷണം ചെയ്യാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് ആ മൊഴിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഏതായാലും ഈ കേസിൽ ഇനി അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഈ വിവരം അമ്മ ആരോടെങ്കിലും പറഞ്ഞിരുന്നുള്ളൂ എന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ അമ്മ എല്ലാം അങ്ങ് തുറന്ന് പോലീസിനോട് പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഒരു പൈതല് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നീ എന്നെ ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൈതൽ. അതുകൊണ്ട് തന്നെ ഇവനൊരു പേടി വന്നു കാണില്ലേ, ഇത് വലിയ പ്രശ്നമായാലോ എന്ന്. അതിൻ്റെ എന്തെങ്കിലും പേരിൽ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കാണിച്ച് പേടിപ്പിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണോ? അങ്ങനെ ഒന്ന് ചിന്തിക്കാലോ. തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്കിനി തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആദ്യമേ കേട്ടതൊന്നും അല്ല ഇപ്പോൾ ദാ തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആദ്യമേ ചോദിച്ച പല കാര്യങ്ങളും എന്താ ഇപ്പോൾ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാനത് മാറ്റില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന പെൺമക്കളുടെ അച്ഛനമ്മമാരോടാണ്, ഇനിയുള്ള കാലത്ത് എങ്ങനെ വിശ്വസിച്ച് സ്വന്തം കുടുംബക്കാരെ പോലും നമ്മൾ വീട്ടിൽ കയറ്റും? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങ് ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒന്നും അല്ല, നമ്മുടെ ആലുവയ്ക്കടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ, എങ്ങനെ സ്വന്തം അച്ഛൻ്റെ അനിയനെയോ അല്ലെങ്കിൽ അമ്മയുടെ അനിയനെയോ ചേട്ടനെയോ ഒക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റും വിശ്വസിച്ച്? ഒരു പേടിയോടുകൂടി അല്ലാതെ ഒരു ബന്ധുവിൻ്റെ അടുക്കലും ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇന്ന് അച്ഛനമ്മമാർക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ഒരു കോമ്പൗണ്ടിൽ കിടക്കുന്ന ആളുകളാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി ഇനി പറയാൻ വയ്യ. എൻ്റെ ഒരു അഭിപ്രായങ്ങൾ, എനിക്കിനകത്ത് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ സ്ഥിരമായിട്ടിടുന്ന വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. കാരണം എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നവരാണ് നിങ്ങൾ. വീട്ടിൽ ഇരിക്കുന്നവരെ മാത്രം ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി. ബാക്കി എന്തും നിങ്ങൾക്ക് പറയാം. വീട്ടിൽ ഇരിക്കുന്നവരെ മാത്രം ഫോക്കസ് ചെയ്ത് തെറി പറയുന്ന കുറേ ഐറ്റങ്ങളെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ഇതുപോലുള്ള പൈതങ്ങളുടെ കേസിൽ വല്ലതും ഒക്കെ പറയുമ്പോഴത്തേക്ക് ആ ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെയും കാണാറുണ്ട്. തിരിച്ച് നല്ല മറുപടിയെ എൻ്റെ ഒന്നും പ്രതീക്ഷിക്കാവുള്ളൂ. ഞാൻ അത്ര വലിയ പൊങ്കം പിടിച്ച മാന്യനൊന്നും അല്ല. ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് പറയാതിരിക്കാൻ എൻ്റെ നാക്ക് അണ്ണാക്കി പിരിവിട്ടി കിടക്കുമൊന്നുമല്ല. ഓക്കെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ മാന്യമായിട്ട് എന്നോട് കാര്യം പറയുന്നവരോട് വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കാൻ എനിക്കറിയാം. ഓക്കെ, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുമ്പോൾ, ഒരു പരിധി വിട്ട് സംസാരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം ഒരു സാധാ മനുഷ്യനാണ് ഞാനും.